ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വീഡിയോ സന്ദേശത്തിലൂടെ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു മുഖ്യാതിഥി. എൻട്രൻസ് കോച്ചിംഗ് രംഗത്ത് AI, അഡാപ്റ്റീവ് ലേണിംഗ് എന്നീ സാങ്കേതിക സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എഡ്യൂപോർട്ട്. എൻട്രൻസ് കോച്ചിംഗ് രംഗത്ത് AI, അഡാപ്റ്റീവ് ലേണിംഗ് എന്നീ സാങ്കേതികതകളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മലപ്പുറത്തെ എഡ്യൂപോർട്ട് ക്യാമ്പസ്. പൂർണ്ണമായും ശീതീകരിച്ച ക്ലാസ് റൂമുകളും 2000 കുട്ടികൾക്കായി ഡിജിറ്റൽ ലൈബ്രറി സൗകര്യവും നല്ല ഭക്ഷണം, മികച്ച ഹോസ്റ്റൽ എന്നിങ്ങനെ ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ക്യാമ്പസിൽ എൻട്രൻസ് കോച്ചിങ്ങിന്റെ സമ്മർദ്ദം ഒഴിവാക്കി പഠിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഓരോ കുട്ടികളുടെയും പഠനരീതികൾ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുവാനായി വിദഗ്ധരായ മെന്റർമാരും ദേശീയ തലത്തിൽ പ്രശസ്തരായ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന മികച്ച വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിലെ പഠനരീതികളുടെ ഭാഗമായി ചേരുന്നു. AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനത്തിനൊപ്പം എഡ്യൂപോർട്ടിന്റെ CBSE പ്രോഡക്റ്റ് ലോഞ്ച് മുഖ്യാതിഥി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. ഓരോ വിദ്യാർത്ഥിയും വ്യത്യസ്തരാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വ്യക്തിഗതമായ പഠനാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അനുയോജ്യമായ സഹായങ്ങൾ ഈ SAS പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നു. അത്യാധുനിക സാങ്കേതികത സമന്വയിക്കുന്നതിലൂടെ ഇത് വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യുവാനും അധ്യാപകർ, സ്കൂൾ മാനേജ്മെന്റ്, രക്ഷിതാക്കൾ എന്നിവർ തമ്മിലുള്ള ബന്ധവും വിദ്യാർത്ഥികൾക്ക് വേണ്ട കരുതൽ നൽകുവാനും സഹായിക്കുന്നു. അതോടൊപ്പം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച കോഴ്സുകളും ക്യാമ്പസും തെരഞ്ഞെടുക്കുവാൻ സഹായിക്കുന്ന CUET വെബ്സൈറ്റ് ലോഞ്ചും മലപ്പുറം MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. മികച്ച ക്ലാസ് റൂം സൗകര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ ക്ലാസ് സമയങ്ങളും സമ്മർദ്ദരഹിതമായ പഠനാന്തരീക്ഷവും ഉറപ്പുവരുത്തുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് പരിശീലനത്തിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുവാൻ എഡ്യൂപോർട്ടിന്റെ സ്ഥാപകൻ അജാസ് മുഹമ്മദ് ജാൻഷർ കൂട്ടിച്ചേർത്തു. ഇവിടെ എന്താ നമ്മൾ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിടുക്കരായ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബിലോ ആവറേജ് ആയ കുട്ടികൾക്കാണെങ്കിലും അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റം കൊടുത്തിട്ട് എല്ലാവർക്കും എന്താണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. പല കുട്ടികൾ എന്താണ് രാവും പകലും പഠിച്ചാലും മിക്കവാറും അവർക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റാറില്ല. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഈ കോച്ചിങ് സെൻറ്റേഴ്സിന് എന്തില്ല, ഒരു കൺട്രോളില്ല. അത് കുട്ടികളാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ക്ലാസ്സുകൾക്ക് ശേഷം ഹോസ്റ്റലിൽ പോയിട്ട് കുട്ടികൾ എന്ത്, എപ്പോൾ, എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മളെ സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മളെ സിസ്റ്റം ഡെയിലി എന്താണ് കുട്ടിക്ക് ഒരു ഫിക്സഡ് ടൈം റിവൈസ് ചെയ്യാൻ കൊടുക്കും. അതും സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്നുള്ള ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പഠിച്ച കാര്യം ഒരിക്കലും മറന്നു പോകാതിരിക്കാനുള്ള ഇത് നമ്മളെ സിസ്റ്റം ചെയ്യും. അവരിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ക്യാമ്പസ് വരുന്നത് മലപ്പുറത്തെ ഇങ്കൽ എന്നുള്ളൊരു HU സിറ്റിയിലാണ്. അതെനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യാമ്പസസ് ആണ്. എന്ന് മാത്രമല്ല ഇതൊരു കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. അത് ഹോസ്റ്റൽസൊക്കെ ക്യാമ്പസിൽ നിന്നും 5 മിനിറ്റിനുള്ളിൽ നടന്നെത്താവുന്ന ദൂരത്തിലാണ് നമ്മൾ ക്യാമ്പസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എഡ്യൂപോർട്ടിന്റെ അഡാപ്റ്റീവ് ലേണിംഗ് എന്ന നൂതന ആശയം അക്കാഡമിക് പ്രകടനം മെച്ചപ്പെടുത്തുക മാത്രമല്ല വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മവിശ്വാസവും പഠനത്തോടുള്ള ഇഷ്ടവും വളർത്തുന്നു. ഏറ്റവും മികച്ച അധ്യാപകരും മികച്ച ക്യാമ്പസ് അന്തരീക്ഷവും വിദ്യാർത്ഥികൾക്ക് ഉറപ്പുവരുത്തുന്നതിലൂടെ NEET, JEE എൻട്രൻസ് പരിശീലന രംഗത്ത് വലിയ വിജയമുണ്ടാക്കുവാൻ എഡ്യൂപോർട്ടിന് സാധിക്കുമെന്നും എഡ്യൂപോർട്ട് CEO അക്ഷയ് മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ ഒരു 3 വർഷമായി നമ്മൾ കേരളത്തിലെ 5.5 ലക്ഷം കുട്ടികൾ നമ്മുടെ ആപ്പിൽ പഠിക്കുന്നുണ്ട്. 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും നമ്മുടെ ആപ്പിൽ നോക്കി പഠിച്ച് വളരെ നല്ല റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ വർഷം നമ്മൾ അറ്റ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചുകൊണ്ട് ശ്രീ മുഹമ്മദ് മുൻഷീർ സർ, ചെയർമാൻ ഓഫ് അറ്റ്ലസ് ഗ്രൂപ്പ്, നമ്മളുടെ കൂടെ ഹാൻഡ് ഷേക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻകൽ എഡ്യൂ സിറ്റിയിൽ വെച്ച് നമ്മൾ കേരളത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു NEET ആൻഡ് JEE റിപ്പീറ്റേഴ്സ് ക്യാമ്പസ് ലോഞ്ച് ചെയ്യുകയാണ്. മെയ് മുതലാണ് ഈ ക്യാമ്പസിൽ നമ്മൾ 2500 കുട്ടികളെയാണ് ഈ ക്യാമ്പസിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഈ ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറും ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി, കേരളത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിയും, മൂന്നാമതായിട്ട് AI എനേബിൾ ടെക്നോളജി, അഡാപ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജിയിലാണ് നമ്മൾ ഈ ക്യാമ്പസ് റൺ ചെയ്യുന്നത്. 11 മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമായ IIT-യിലേക്കും എയിംസിലേക്കും ഉള്ള ഒരു പാതയാണ് നമ്മളിവിടെ സൃഷ്ടിക്കുന്നത്. JEE, NEET എൻട്രൻസ് കോച്ചിംഗ് രംഗത്ത് അഡാപ്റ്റീവ് ലേണിംഗ് എന്ന നൂതന ആശയം സംയോജിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് എഡ്യൂപോർട്ട്. പരമ്പരാഗത JEE, NEET വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമ്മർദ്ദരഹിതവും വിദ്യാർത്ഥി സൗഹൃദവുമായ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്ന എഡ്യൂപോർട്ട് ഓരോ വിദ്യാർത്ഥിക്കും വ്യക്തിഗത ശ്രദ്ധയും പരിചരണവും ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. 7, 8, 9, 10 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി JEE, NEET ഫൗണ്ടേഷൻ ക്ലാസുകളും
എഡ്യൂപോർട്ട് ഈ വർഷം ആരംഭിക്കും. ഇതിലൂടെ വിദ്യാർത്ഥികളിൽ ചെറുപ്പം മുതലേ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകൾക്കായി ശക്തമായ ഒരു അക്കാഡമിക് അടിത്തറ സൃഷ്ടിക്കുവാനും ഈ മത്സര പരീക്ഷകളിൽ മികവ് പുലർത്തുന്നതിനാവശ്യമായ വൈദഗ്ധ്യവും അറിവും നൽകി അവരെ സജ്ജമാക്കുവാനും കഴിയും. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ എഡ്യൂപോർട്ട് ഓഫ്ലൈൻ ക്യാമ്പസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജനാബ് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണവും ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് മൻസൂർ കോയ തങ്ങൾ, 38-ാം വാർഡ് മുനിസിപ്പാലിറ്റി കൗൺസിലർ ആയിഷ ബി ഉമ്മർ KK എന്നിവർ ആശംസാ പ്രസംഗവും നിർവഹിച്ചു. എഡ്യൂപോർട്ട് ഓഫ്ലൈൻ എക്സ്പാൻഷൻ ഡയറക്ടർ ജോജോ തരകൻ നന്ദി പ്രകാശനം നടത്തി.